പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങളാണ് കുവൈത്തിൽ നിന്ന് പുറത്തുവരുന്നത്. മേഖലയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നതിനിടെയാണ് കുവൈത്തിന് നേരെ പുതിയ വ്യോമാക്രമണ ഭീഷണി ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും എത്തിയതെന്ന് കുവൈത്ത് സായുധ സേന ജനറൽ സ്റ്റാഫ് അറിയിച്ചു. എന്നാൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയും എല്ലാ ഭീഷണികളെയും വിജയകരമായി തടയുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. ആക്രമണ ഭീഷണി തിരിച്ചറിഞ്ഞതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി. പുലർച്ചെ ഉണ്ടായ ഈ സംഭവത്തോട് നിരവധി പ്രദേശങ്ങളിൽ ജനങ്ങൾ ആശങ്കയിലായി. സുരക്ഷാ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ആളുകൾ വീടുകളിലും സുരക്ഷാ കേന്ദ്രങ്ങളിലുമാണ് തുടരാൻ ശ്രമിച്ചത്. സംഭവത്തിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി നാട്ടുകാർ അറിയിച്ചു. ഈ ശബ്ദങ്ങൾ ആക്രമണത്തിന്റെ ഭാഗമല്ല എന്നും ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകളും ഡ്രോണുകളും തകർത്തുവെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തന ഫലമാണിതെന്നും സൈനിക വക്താക്കൾ വിശദീകരിക്കുന്നു. കുവൈത്തിന്റെ ആകാശപരിധിയിലേക്ക് എത്തിയ ഭീഷണികളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു മുമ്പ് തന്നെ കണ്ടെത്തുകയും തകർക്കുകയും ചെയ്തതായാണ് സൈനിക വിഭാഗങ്ങൾ പറയുന്നത്. ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സാഹചര്യം കണക്കിലെടുത്ത് കുവൈത്ത് സർക്കാർ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ മന്ത്രാലയവും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും തെറ്റായ നിർദ്ദേശം പ്രചരിപ്പിക്കരുതെന്നും ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മേഖലയിലെ പല രാജ്യങ്ങളും സംഘർഷാവസ്ഥ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. ചില മേഖലകളിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ സ്ഥിതി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ കുവൈത്തിലുണ്ടായ ഈ പുതിയ ആക്രമണ ഭീഷണി ആ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രദേശത്തെ സുരക്ഷാ സ്ഥിതി ഇപ്പോഴും പൂർണ്ണമായി സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നയതന്ത്ര ശ്രമങ്ങളും തുടരുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും സൈനിക സംഘർഷങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക പുതിയ സമാധാന നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി നിർണായക ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺസുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. നിലവിലെ സുരക്ഷാ സാഹചര്യം, അതിർത്തി പ്രശ്നങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവയാണ് പ്രധാനമായി ചർച്ചയായതെന്നാണ് വിവരം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ സമാധാന പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ഘട്ടം ഘട്ടമായി സൈനിക സാന്നിധ്യം കുറയ്ക്കുകയും അതിർത്തി പ്രശ്നങ്ങൾ സ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. പ്രശ്നത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും സമാധാനം ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിഹാരമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നതെന്ന് US വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നത് ഇനിയും വ്യക്തമല്ല. ഇതിനിടെ കുവൈത്തിലുണ്ടായ പുതിയ സംഭവ വികാസങ്ങൾ കാരണം രാജ്യാന്തര സമൂഹവും സ്ഥിതിഗതികൾ അടുത്തു തന്നെ നിരീക്ഷിക്കുകയാണ്. മേഖലയിൽ വീണ്ടും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പല രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. കുവൈത്ത് ഗൾഫ് മേഖലയിൽ പ്രധാന രാജ്യങ്ങളൊന്നാണ്. സാമ്പത്തികമായി, നയതന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ള രാജ്യമെന്ന നിലയിൽ അവിടെ ഉണ്ടാകുന്ന ഏത് സുരക്ഷാ സംഭവവും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായി പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും സംഘർഷങ്ങൾ, രാഷ്ട്രീയ പ്രതിസന്ധികൾ, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ നേരിട്ടിട്ടുണ്ട്. ആയതിനാൽ തന്നെ സമാധാന ശ്രമങ്ങൾ വിജയിക്കണമെന്നാണ് രാജ്യാന്തര സമൂഹത്തിന്റെ പൊതുവായ ആഗ്രഹം. ഇപ്പോൾ കുവൈത്തിലെ സ്ഥിതി നിയന്ത്രണത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സുരക്ഷാ സേനകൾ ഉയർന്ന ജാഗ്രതയിലാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ മുൻഗണനയെന്ന് കുവൈത്ത് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. കുവൈത്തിന് നേരെയുണ്ടായ പുതിയ വ്യോമാക്രമണ ഭീഷണി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. സമാധാന ചർച്ചകൾ വിജയിക്കുമോ അതോ പുതിയ സംഘർഷങ്ങളിലേക്ക് വഴി തുറക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും വരും ദിവസങ്ങളിലാണ് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.